നമ്മളുണ്ടല്ലോ ഒരു 15 ദിവസം കൂടുമ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിനെല്ലാം ഇതുപോലെ ഈ കാൽഷ്യം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പതിവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു കാൽഷ്യം എല്ലാ പ്ലാന്റ്സിനും കൊടുക്കണം കേട്ടോ. ഏതാണ്ട് ഒരു 3 gram per 1 liter എന്ന ക്രമത്തിലാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ബാരൽ നിറച്ച് വെള്ളം എടുത്തിട്ട് കലക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാരലിലോട്ട് ഈ ഫെർട്ടിലൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ നിറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ 100 ലിറ്റർ വരുമ്പോൾ ഇത്രയും നിറഞ്ഞ് വരണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മളൊന്ന് ഒഴിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് 100 ലിറ്റർ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ അടിക്കുമ്പോൾ ചെറിയ സ്പ്രെയർ ബോട്ടിലൊക്കെ അല്ലേ അടിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഇലകളിലും ഒക്കെ വീഴുന്ന രീതിയിൽ വേണം, ചുവട്ടിലൊക്കെ വീഴുന്നതിൽ അടിക്കണം. ഇപ്പോൾ നമ്മളിത് മോട്ടറിലാണ് അടിക്കുന്നത്. അതായത് കണ്ടോ, ഇങ്ങനെ നല്ല തുള്ളികളായിട്ട് ലീഫിലോട്ടൊക്കെ വീഴണം കണ്ടോ. എന്നാൽ ചുവട്ടിൽ വീഴുകയും വേണം. നോക്കി നമ്മൾ ചുവട്ടിൽ ഇങ്ങനെ കുറച്ച് നന്നായിട്ട് ഒഴിച്ചുകൊണ്ട് ഇലയിലും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമേ. അതായത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഒരെണ്ണത്തിന് ചുവട്ടി ഒഴിക്കുന്നു, പിന്നെ ലീഫുകളിലൊക്കെ ഒഴിക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന് ഒഴിച്ചു പോകുന്നത് കണ്ടോ. പതിവുണ്ട് കേട്ടോ. അത് നന്നായിട്ട് എല്ലാം നല്ല പൂവാണ് കേട്ടോ. എല്ലാത്തിലും പൂവായിട്ടുണ്ട്. ചെറിയ ഇതിൻ്റെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ പൂക്കാൻ നിൽക്കുന്നത്. ഇച്ചിക്കൂടെ നാവാനുണ്ട്. ഇതിന് മൊട്ട് വരുന്നുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഒരു 8 മണിക്ക് മുമ്പായിട്ട് തന്നെ അടിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമ്മൾ പക്ഷേ 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളാം. എല്ലാവരും വരണമല്ലോ.